നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഒരു അപകടത്തിൻ്റെതാണ്. ഇന്ന് കൂടപ്പുഴ വർക്ക്ഷോപ്പ് ജംഗ്ഷൻ ഉച്ചയോടുകൂടി നടന്ന ഒരു അപകടമാണ്. ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. നമ്മൾ സഞ്ചരിക്കുന്ന പാതകളിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അതിഥികളെപ്പോലെ അപകടങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നു. ജീവനുകൾ നഷ്ടപ്പെടലുകൾ അത് നികത്താനാവാത്ത നഷ്ടമാണ്. എത്ര ദുരിതാശ്വാസ തുക കൊടുത്താലും ഒരാൾക്ക് പകരം ഒരു ജീവന് പകരമോ ഒന്നും തന്നെയാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വാഹനത്തിൽ പോകാൻ. പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് ഡ്രൈവിംഗ് നിയമങ്ങൾ, എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത്, എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റി യാതൊന്നും ചിന്തിക്കാറില്ല. എൻ്റെ ഡ്രൈവിംഗൊക്കെ വളരെ മോശമാണ്. പലപ്പോഴും പല ആളുകളും വന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആരും എന്നെ വന്ന് തെറി പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാൻ പോകാറില്ല. കാരണം വേറെ പ്രത്യേകിച്ച് വാദിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. മിക്കവാറും കുഴപ്പങ്ങളതാണ്. പക്ഷേ നമ്മുടെ നിരുത്തരവാദപരമായിട്ടുള്ള ഡ്രൈവിംഗ് കൊണ്ട് മറ്റു പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പ് ജംഗ്ഷനുണ്ടായ ഈ അപകടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ടിപ്പർ കടന്നു വരുന്നു, ആ ടിപ്പർ വളയുന്നു, അപ്പുറത്ത് നിന്ന് ഇരുചക്രവാഹനത്തിൽ അമ്മയും മകളുമാണ് ഇരുചക്രവാഹനത്തിൽ വരുന്നു, അപകടം ഉണ്ടാകുന്നു. ആരാണ് ഇതിൽ അപകടം ക്ഷണിച്ചു വരുത്തിയത്? നിങ്ങൾ തന്നെ പറയും. ആരെയും വിധിക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാതകൾ, നമ്മൾ ടാക്സ് കൊടുത്തു പോകുന്ന പല റോഡുകളും സ്ഥിതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കാനവും സന്തോഷവും കരച്ചിലും ഒക്കെപ്പാടെ കൂടി കലർന്ന ഒരു ഭാവന നമുക്ക് വരാം. നമ്മൾ ടാക്സ് കൊടുത്തു പോകുന്ന പാതകൾ, അങ്ങനെയുള്ള പാതകളിൽ അപകടങ്ങൾ അതിഥികളെപ്പോലെ കടന്നു വരുന്നു. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ടൂ വീലർ യാത്ര ചെയ്യുന്നവർ വളരെ മനസ്സിരുത്തി വേണം വണ്ടി ഓടിക്കാൻ. ഇപ്പോൾ ആ അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നഷ്ടപ്പെടുന്ന ആ കുടുംബത്തിന് മാത്രമാണ്. താൽക്കാലികമായിട്ടുള്ള ചില നമ്മുടേതായിട്ടുള്ള വീഴ്ചകൾ കൊണ്ടുവരുന്നത് ജീവനുകൾ നഷ്ടപ്പെടുന്ന തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലെ പല മേഖലകളിലും ഇതുപോലെ അപകട സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഈ കൂടപ്പുഴ വർക്ക്ഷോപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കേണ്ട ഒരു പ്രദേശമാണ്. എന്തായിരുന്നാലും ആ അമ്മയ്ക്കും മകൾക്കൊന്നും വേറെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ ഭാഗ്യം തന്നെ. ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. എൻ്റെ അപ്പൻ്റെ റോഡിലൂടെയല്ല നമ്മൾ പോകുന്നത്. ഒരിക്കലും നമ്മുടെ അപ്പന്മാരുടെ റോഡിലൂടെ അല്ലല്ലോ. ചിലപ്പോൾ പേരുകളൊക്കെ ഇട്ടുണ്ടാവും. അല്ലാണ്ട് അപ്പന്മാരുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ റോഡിൽ കൂടെ അല്ല പോണത്. ആ റോഡിന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ആ റോഡിൽ കഴിവതും നിയമങ്ങളും മറ്റു റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപകടങ്ങൾ സംഭവിക്കില്ല. അതുപോലെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകൾ കൊണ്ട് കയ്യിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടും. നികത്താനാവാത്ത നഷ്ടം. എത്രയോ അപകട മരണങ്ങൾ കൊണ്ട് കുടുംബങ്ങളിലെ നിലവിളികൾ ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനത്തെ ഒത്തിരിയേറെ കുടുംബങ്ങളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഡ്രൈവിംഗ് നിയമങ്ങൾ പാലിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. നന്ദി, നമസ്കാരം.